കരം ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസൻ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എനിക്കിത് ഭയങ്കര ഒരു എൻഗേജിങ് അല്ലാതെ ഞാൻ ഭയങ്കര ബോറടിച്ചാണ് ഇത് തിയേറ്ററിൽ കണ്ടിരുന്നത്. പക്ഷേ ഈ പടം ഭയങ്കര ക്വാളിറ്റി സ്റ്റഫാണ്. ടോപ്പ് നോച്ച് എന്ന് പറയില്ല, ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ടോപ്പ് നോച്ചാണ്. അതായത് ജോമോൻ ടി ജോൺ അത് അടിപൊളിയായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതിലെ ഫ്രെയിംസ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ടിൽ എൻഡ് വരെയും നല്ല ക്വാളിറ്റി കിടിലൻ ഫ്രെയിംസ് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് നമ്മുടെ ബാബുരാജ് ചെയ്തത്. ഒരു രക്ഷയിലായിരുന്നു. നല്ല ടൈമിങ് കോമഡി, അടിപൊളിയായിരുന്നു അത് ഞാനിങ്ങനെ ഭയങ്കര എൻഗേജിങ് അല്ലാതെ കണ്ടിരിക്കുമായിരുന്നു പടം. ആ ഒരു ടൈമിൽ നമ്മുടെ ബാബുരാജ് വന്നത് ഈ സിനിമയിലേക്ക്. അപ്പോഴാണ് തിയേറ്ററിൽ ഇത്ര ആൾക്കാരുണ്ടെന്ന് ഉള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്. കാരണം പുള്ളിയുടെ കോമഡി, അതിലെ ടൈമിംഗ് ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് അത് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. മറ്റ് ആർട്ടിസ്റ്റുകളും നല്ലപോലെ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ പടം അങ്ങോട്ട് 2 മണിക്കൂർ 7 മിനിറ്റുള്ള ഈ പടം ഭയങ്കര ഒരു ഡ്യൂറേഷൻ ഫീൽ ചെയ്തു. ഒട്ടും എൻഗേജിങ് അല്ലാത്ത രീതിയിൽ കൊണ്ടുപോകണ പോലെയൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് ഈ പടം കണ്ടപ്പം പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പം നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക.